ജിജി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന്റെ എല്ലാ നാമങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ഒരു പ്രശ്നവുമില്ല, ഏറ്റവും നല്ല കാര്യമാണ് ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ. ഗുരുവായൂരപ്പന് സഹസ്രനാമം ഉണ്ടല്ലേ, സഹസ്രനാമം ഉള്ളവനാണ് ഭഗവാൻ. ഇതിൽ എത്ര നാമങ്ങൾ നമുക്കറിയാം? ഏറി വന്നാൽ നമുക്കൊരു 108 നാമം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ചറിയുന്നുണ്ടായിരിക്കും അല്ലേ? മാധവൻ, കേശവൻ, ഗുരുവായൂരപ്പൻ, നാരായണൻ, കൃഷ്ണൻ, ഹരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാവുന്ന നാമങ്ങൾ കൂടുതൽ 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 നമ്മളിങ്ങനെ ഓർത്ത് എഴുതുമ്പോൾ ഭഗവാനെക്കുറിച്ച് അനുസ്മരിക്കാനുള്ള സമയവും നമുക്ക് നല്ലതായിട്ട് കിട്ടും. അതുപോലെ തന്നെ അത് ഏറ്റവും വളരെ ഉറക്കാനും നമ്മളത് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കാണാം. ഈ നാമം ജപിക്കുന്ന ഒരു ജപമാല ഉണ്ടല്ലോ, ജപമാലയിൽ അമ്മയ്ക്ക് ഓർമ്മ വരുന്ന കൃഷ്ണനാമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ, ഹരി, നാരായണൻ, ഗോവർദ്ധനൻ, ഗോവിന്ദൻ, ഗോപാലൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാമങ്ങൾ ഓരോന്ന്. അപ്പം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മ ഒരു നാമല്ലേ ചൊല്ലേണ്ടത്? നാരായണാന്നോ, ഹരേ കൃഷ്ണ ആണോ, അങ്ങനെ എന്തെങ്കിലും അല്ലേ ചൊല്ലേണ്ടത് ചോദിക്കുമ്പോൾ അമ്മ പറയും അതൊക്കെ ഞാൻ ചൊല്ലുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ്റെ പേരുകൾ ഓർത്തെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ഓരോ മാല വീതം ഞാനിങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന പേരുകൾ എത്രയുണ്ട്, 108 പേരുകളൊക്കെ എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുമോ എന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു വളരെ നല്ല കാര്യമാണ്. അങ്ങനെ എഴുതിക്കോളൂ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ പുസ്തകം കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്.